അല്ല ഇതാര അപ്പൂപ്പനോ? എന്താ തിരിച്ചു വന്നത്? ഒന്നും പറയണ്ട മോനെ, ഞാൻ ഏത് കൂട്ടുകാരനെ കാണാനാണോ ഇവിടുന്ന് അങ്ങോട്ട് പോയത്, അവൻ ദേ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്തൊരു മനപ്പൊരുത്തോ അല്ലേ? എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയതെന്റെ പൊന്നളിയാ. വാ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. എന്താ? ഓവർ ആക്ടിങ് ചെയ്യരുതാ. അപ്പൂപ്പ എന്താ പ്രശ്നം? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, ഒരുപാട് കാലത്തിന് ശേഷം കാണുകയല്ലേ, അതിന്റെ ഒരു സ്നേഹപ്രകടനമായതൊക്കെ. എന്താ അളിയാ ഇത്? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ കൂടെ വാ അളിയാ, അടുത്ത് വാ, ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടോ. നമ്മൾ ഇപ്പോൾ തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഡോക്ടർ പ്രേം സഹായിയുടെ ലാബ് എവിടെയാണെന്ന് നോക്ക്. വീർ, നീ എന്റെ ലാബിൽ ചെന്ന് എന്റെ ലാപ്ടോപ്പ് ഒന്ന് എടുത്തോണ്ട് വാ മോനെ. ഒരു മിനിറ്റ്, അല്ലെങ്കിൽ വേണ്ട മോനെ വീർ, അത് ഞാൻ തന്നെ പോയി എടുത്തോളാം. എന്റെ കൂട്ടുകാരനെ എന്റെ ലാബ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. അപ്പൂപ്പന്റെ ബോഡി സ്മെല്ല് എന്തോ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ആ ഫ്രണ്ട്, അവന്റെ സ്മെല്ല് എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. നീ പോയി ക്യാരറ്റ് കഴിക്കേ. ഇയാളിത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ടിംബക്ടോ, വേഗം അന്വേഷിക്കേ, അല്ലെങ്കിൽ വീറിവിടേക്ക് എത്തും. ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് ബോസ്. ചേട്ടാ ഇതെന്താ? ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ തന്റെ ലാബിൽ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എക്സ്റേ വിഷൻ ഓൺ. എന്ന് വെച്ചാൽ മാഡ് മാക്സ് ആണ് ഇവിടെ അപ്പൂപ്പന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ ടിംബക്ടുവും അവന്റെ ഫ്രണ്ട് ആയിട്ട് വന്നിരിക്കുക. ഇപ്പൊ തന്നെ ഞാൻ അവന്മാരെ വേണ്ട, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവരിവിടെ വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അവരുടെ സ്റ്റൈലിൽ തന്നെ കളിക്കാം. ഇവിടുന്ന് അവർ തിരിച്ചു പോകാൻ പാടില്ല. അപ്പൂപ്പ എന്താ ഇങ്ങനെ നടന്ന് തിരയുന്നത്? ഞാനും കൂടി കൂടട്ടെ? വേണ്ട, പ്രായമായതുകൊണ്ട് ഏത് സാധനം എവിടെ വെച്ചെന്ന് മറന്നുപോയി. എന്റെ ഹാർഡ് ഡിസ്കുകളെല്ലാം ഏത് ഡ്രോയിലാ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. അപ്പൂപ്പ അതൊക്കെ നമുക്ക് പിന്നെ തെരഞ്ഞു നോക്കാമെന്നേ. എന്നത്തെയും പോലെ അപ്പൂപ്പൻ ഇന്ന് പുറത്തേക്ക് പോകണ്ടേ? പിന്നെ പോണം. അത് പിന്നെ ഞാന് എങ്ങോട്ടാ പോകുന്ന മോനെ എന്നും. എന്താ അപ്പൂപ്പ ഇങ്ങനെ? സ്വന്തം ഫ്രണ്ടിനെ കണ്ടപ്പോൾ എല്ലാ കാര്യവും മറന്നുപോയോ? ഒരുപാട് വർഷമായിട്ട് എന്റെ കൂടെ അപ്പൂപ്പൻ ജോഗിങ്ങിന് വരുന്നതല്ലേ, അതും 20 കിലോമീറ്റർ. അല്ല പിന്നെ മോനെ, 20 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെ? ചേട്ടാ ഇതെന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായി പോയത്. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇതെന്താ കാണുന്നത്? ഈ ചുഴലിക്കാറ്റ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓടിക്കോ, വേഗം ചെന്നത് പിടിക്കും മോനെ, വേഗം ചെന്ന്. അപ്പൂപ്പ ഇതാ ക്രിസ്റ്റൽ ബോൾ. നോ, നീ അതിൽ നിന്ന് പവേഴ്സ് ഒരിക്കലും പുറത്തേക്ക് എടുക്കരുത്. ടിംബക്ടോ, അറ്റാക്ക്!
ഒരുപക്ഷെ ഈ ക്രിസ്റ്റൽ ബോളിൽ നിന്നും പവേഴ്സ് പ്ലാനറ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു വരികയില്ല, ഒരിക്കലും വരികയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന്റെ പവേഴ്സ് നിന്നെ ഒരിക്കലും ഫ്രീസ് ചെയ്യാതെ നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രൊട്ടക്ഷൻ പവർ തരികയാ. ഇനി അതിന്റെ പവർ കൊണ്ട് നിങ്ങൾ ആരും ഫ്രീസ് ആവില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ്ലെസ് ആയി മാറിപ്പോകും. കാറ്റിൽ പറക്കാനും പൊങ്ങിക്കിടക്കാനും തുടങ്ങും. കുട്ടികളെ, നിങ്ങൾ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കെ. വീർ, നീ ചെല്ലുമോനെ, നീ റോബോട്ടാണ്. നിന്റെ മെഷീൻ പവർ യൂസ് ചെയ്ത് നിനക്ക് പറക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നിനക്കൊന്നും സംഭവിക്കില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോൾ പിടിച്ചെടുത്തോണ്ട് വാ. അത് കൊണ്ടുവന്ന് എന്റെ മെഷീനിൽ ഫിക്സ് ചെയ്തേക്ക്. അത് ഞാൻ ഓപ്പൺ ഗ്രൗണ്ടിൽ റെഡിയാക്കി വെച്ചേക്കാം. ആ ബോൾ എങ്ങാനും എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ അതിനുള്ള പവേഴ്സ് തിരിച്ച് പ്ലാനറ്റിലേക്ക് തന്നെ അയക്കുന്നു. ഞാനിപ്പോ തന്നെ അതിനെ പിടിച്ചോണ്ട് വന്നേക്കാം അപ്പൂപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ. പകടം, പാലം, പാലം, ഇക്കിടം, പിക്കിടം. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഓ, ആ ബോള് കാണാൻ എന്ത് രസമാ. എനിക്ക് ഇപ്പൊ തന്നെ അത് വേണം. ഓ, അത് ശരി. അപ്പൊ ഇതിനു പുറകെ മാഡ് മാക്സ് ആണല്ലേ? വീർ, നിനക്ക് ആ ബോള് പിടിച്ചെടുക്കാൻ കഴിയില്ല. ആ ബോള് ഞാൻ കൊണ്ടുപോകും. ആ ക്രിസ്റ്റൽ ബോൾ എന്റേതാണ്. അത് എന്റേത് മാത്രമാണ്. അപ്പൂപ്പ, എനിക്ക് ആ ബോൾ പിടിക്കാൻ പറ്റുന്നില്ല. അതിൽ തൊട്ടതും ഷോക്ക് അടിച്ച് തെറിച്ച് ഞാൻ വീണു. ദിക്കുകളൊന്നുമില്ലാതെ അതെന്നെ വലിച്ചെറിയുകയാണ്. നീ 7 പ്ലാനറ്റ്സിന്റെ പവറിനോട് കൂടി വേണം ഏറ്റുമുട്ടാൻ. അതിന് ഒരു വീർ തികയില്ല. 7 വീർ ഒരു വീറായി മാറണം മോനെ. ഞാൻ നിന്റെ വ്യത്യസ്തമായ പവേഴ്സ് ഉള്ള 7 ക്ലോൺസിനെ റെഡിയാക്കാൻ പോവുക. ഓക്കെ അപ്പൂപ്പ, ഞങ്ങൾ ചെന്നതിനെ ഇപ്പൊ പിടിച്ചോണ്ട് വരാം. വേഗം ചെല്ലു വീർ. അത് ഫുർസത് ഗഞ്ചിനെ മുഴുവൻ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ എന്റെ ഈ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ 7 പ്ലാനറ്റ്സിന്റെയും പവർ ഈ ക്രിസ്റ്റൽ ബോളിനകത്ത് വരും. അതിനുശേഷം ലോകം മൊത്തം എന്റെ കാൽ കീഴിലായിരിക്കും. 7 പ്ലാനറ്റ്സിന്റെയും പവർ ഒരു ബോളിനകത്ത് കൊണ്ടുവരുന്നത് ഒരു ചെറിയ കാര്യമല്ല. You are genius, boss. Super duper genius. She's right, boss. She's right. നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ ആ 7 പ്ലാനറ്റ്സിന്റെയും പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും പവർഫുൾ ആയ മനുഷ്യൻ ഞാനാണ്. ഇത് നോക്കൂ, ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവർ ആദ്യം ഫുർസത് ഗഞ്ചിലെത്തും. പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. പൊട്ടിത്തെറി വീറിന്റെ കഥ അതോടെ അവസാനിക്കും. കൺഗ്രാറ്റുലേഷൻ ബോസ്. ഈ സ്പ്രേ എന്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാറ്റിൽ പറന്നു പോയേനെ. അത് മാത്രമല്ല, ഈ ലാബും കാണാതെ പോയേനെ. നീ ഒരു മരമണ്ടനായല്ലോ. വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോളിനെ എടുത്തോണ്ട് വരൂ. വേഗം ചെല്ലോ. അതില്ലാതെ എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഉണ്ടാകില്ലടാ. ചെല്ലോ. അയ്യോ,
അപ്പൂപ്പ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പൂപ്പൻ ഭയങ്കര ബിസി ആണെങ്കിൽ ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോട്ടെ. വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകരുത്. അത് കണ്ടോ? അപ്പൂപ്പ എന്താ ഇത്? അത് 7 in 1 പ്ലാനറ്റ് ആണ്. 7 പ്ലാനറ്റ്സിന്റെ പവർ ആ ക്രിസ്റ്റൽ ബോളിനകത്തുണ്ട്. വലിയ വലിയ സയന്റിസ്റ്റുകൾ പല വർഷങ്ങളായി ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുക. ആരോ ഒരാളുടെ റിസർച്ച് കംപ്ലീറ്റ് ആയെന്നാ തോന്നുന്നേ. പക്ഷേ ഈ ക്രിസ്റ്റൽ ബോൾ അയാളുടെ കൈവിട്ടു പോയ ലക്ഷണ. അപ്പൂപ്പ ആ സൈഡിൽ മാത്രം എന്താ ഇരുട്ടായി പോയത്? അതിനെല്ലാം കാരണം ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവേഴ്സ് ആണ് മോളെ. ഭൂമി മുഴുവനും പകുതി വെളിച്ചവും പകുതി ഇരുട്ടുമായി മാറാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഇരുളും പരക്കും. അത് ഭൂമി മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിപ്പോകും. അതോടെ എല്ലാം അവസാനിക്കും മക്കളെ. അപ്പൂപ്പ പക്ഷേ അതിൽ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കിയേ, എല്ലാരും കാറ്റിൽ ഫ്രീസായി നിൽക്കുകയാണ്. അത് നോൺ ലിവിംഗ് തിങ്സിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. പിന്നെ ലിവിംഗ് തിങ്സിനെ പുറത്തുള്ള കാറ്റിൽ ഫ്രീസ് ചെയ്യുകയുമാണ്. ഒരുപക്ഷെ ഈ ഫോർസത്ഗഞ്ചിലുള്ള ജനങ്ങൾ ഇരുട്ടിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ ഓരോ മനുഷ്യനും അതുപോലെ മൃഗങ്ങളും കാറ്റിൽ കുടുങ്ങിപ്പോകും. ചിലത് കാറ്റിൽ പറന്നു നടക്കും, മറ്റു ചിലവ കാണാതെ പോകും. വീർ, നീ ചെന്ന് അതിനെ എത്രയും വേഗം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാമോനെ. ഞാൻ ഇപ്പൊ തന്നെ പോകാം അപ്പൂപ്പ.